വിശുദ്ധ വീതിയിലേക്ക് സ്വാഗതം. സ്വർഗപിതാവിന്റെ കരങ്ങളിൽ നിന്ന് വിശുദ്ധിയോടെ കുഞ്ഞുങ്ങളെ സ്വീകരിച്ച് സ്വർഗത്തെ ലക്ഷ്യമാക്കി ജീവിതം നയിക്കുവാൻ കുടുംബങ്ങളെ സഹായിക്കുക. ഇതാണ് ഏഞ്ചൽസ് ആർമിയുടെ ലക്ഷ്യം. സ്വർഗത്തിൽ നിന്നും സ്വർഗത്തിലേക്ക് മധുരമൊഴുക്ക് ശേഷം ഏഞ്ചൽസ് ആർമി വീണ്ടും നിങ്ങൾക്കായി ഇവിടെ ഒരുക്കുന്നു വിശുദ്ധ വീതി, എ ഫാമിലീസ് ജേർണി ടു ഹോളിനെസ്. ദാമ്പത്യത്തിലെ ഏറ്റവും വലിയൊരു ഇന്നത്തെ പ്രോബ്ലംസ് എല്ലാം കണ്ടുവരുന്നത് കൂടുതലും കാരണക്കാരനായത് ഈഗോ ആണ്. ദാമ്പത്യ ജീവിതത്തിലെ ഏറ്റവും പ്രധാന വില്ലൻ ഈഗോ. ഇതാണ് ഇന്നത്തെ നമ്മുടെ ചർച്ചാ വിഷയം. ഇതിനെക്കുറിച്ച് സംസാരിക്കാനായിട്ട് രണ്ട് ആപ്റ്റ് ആയിട്ടുള്ളവരെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ജേക്കബ് ചേട്ടനും ജിനു ചേച്ചിയാണ്. ജേക്കബ് ചേട്ടൻ ഒരു ഗ്രാഫിക് ഡിസൈനറാണ്. ഒപ്പം ശുശ്രൂഷ മേഖലകളിൽ ഫാമിലീസിൻ്റെ ഇടയിലും യൂത്തിൻ്റെ ഇടയിലും ഒക്കെ സജീവമായി പ്രവർത്തിക്കുന്നുണ്ട്. ജിനു ചേച്ചി ഹോം മേക്കറാണ്. ഇവർക്ക് 4 മക്കളാണുള്ളത്. വെൽക്കം ചേട്ടാ. വെൽക്കം ചേച്ചി. എങ്ങനെയാണ് ചേട്ടാ നമ്മൾ ഈ ഒരു ഈഗോ എന്ന് പറയുമ്പോൾ അത് എന്തുമാത്രം ഫാമിലി ലൈഫിൽ, അല്ലെങ്കിൽ എന്താണ് ആദ്യം ഈഗോ എന്ന് ഞങ്ങൾക്കൊന്ന് പറഞ്ഞു തന്നാൽ, എന്താണ് ഫാമിലി ലൈഫിലെ ഈഗോ എന്താണെന്ന് ഞങ്ങൾക്ക് പറഞ്ഞുതരാമോ? എനിക്ക് തോന്നുന്നു നിങ്ങൾ കറക്റ്റായിട്ട് തന്നെ പറഞ്ഞ് ഞങ്ങൾ കറക്റ്റായിട്ടുള്ള ആപ്റ്റായിട്ടുള്ള ആൾക്കാരെയാണ് കിട്ടിയിരിക്കുന്നതെന്ന് പറഞ്ഞ് എനിക്ക് തോന്നുന്നു ഞങ്ങളുടെ യോഗ്യത തന്നെ ഈഗോ ഉള്ളതാണെന്ന് എനിക്ക് തോന്നുന്നു. അപ്പം ഈഗോ എന്ന് ഡിഫൈൻ ചെയ്താൽ എനിക്ക് തോന്നുന്നു, അതായത് എൻ്റെ കുറവുകളെ എക്സ്പോസ് ചെയ്യാനായിട്ട് എനിക്ക് ഉണ്ടാകുന്ന ഒരു വിമുഖതയായിരിക്കും. അപ്പോൾ എനിക്ക് മറ്റുള്ളവരുടെ മുമ്പിൽ ചെറുതാകുമോ എന്നുള്ളൊരു ഭയത്തിൽ നിന്നും അഹങ്കാരത്തിൽ നിന്നും ഒക്കെ വരുന്ന ഒരു കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷേ പ്രൈഡിന്റെ ആഫ്റ്റർ എഫക്റ്റ് ആണ് അല്ലേ? പ്രൈഡിനകത്ത് വരുന്ന ഒരു സാധനമാണ് ഈഗോ. അത് എന്തുമാത്രം ഫാമിലി ലൈഫിൽ അസ്വസ്ഥതകൾ ഉണ്ടാക്കും, അല്ലെങ്കിൽ എന്താണ് നിങ്ങൾക്ക് ഷെയർ ചെയ്യാനുള്ള എക്സ്പീരിയൻസ്? അതെ, എനിക്ക് തോന്നുന്നത് ഞങ്ങളിപ്പം 14 വർഷമായി വിവാഹം കഴിച്ചിട്ടാണ്. അപ്പോൾ ഞങ്ങളുടെ വിവാഹം നോക്കുകയാണെങ്കിൽ ഒരു ഗ്രാഫ് നോക്കുകയാണെങ്കിൽ ഇങ്ങനെ താഴേന്ന് ഉയർന്നു വരുന്ന ഒരു ഗ്രാഫാണ്. കാരണം അത്രമാത്രം ഞങ്ങളുടെ ഈ സെൽഫ് സെൻറ്റേർഡ്നെസ്, പ്രത്യേകിച്ച് എൻ്റെ കാര്യം, എനിക്ക് എൻ്റെ താല്പര്യങ്ങൾക്കപ്പുറത്തേക്ക് ചിന്തിക്കാനായിട്ടുള്ളൊരു കഴിവുണ്ടായിരുന്നു എന്നൊരു സംശയമുണ്ട്. കാരണം അത്രമാത്രം ഞാൻ സ്വാർത്ഥനായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. കാരണം അത് തെറ്റായിരുന്നോ എന്നൊന്നും എനിക്ക് അറിയത്തില്ലായിരുന്നു. കാരണം അത് വളരെ നാച്ചുറലായിട്ട് എനിക്ക് തോന്നുന്നത് അങ്ങനെയാണ്. പിന്നെ ജിനോയുടെ കാര്യങ്ങളിൽ ശ്രദ്ധ ചെലുത്താനും അവളുടെ ആവശ്യങ്ങളും, അവളും എന്നെപ്പോലെ തന്നെ ഒരു വ്യക്തിയാണ്, അവൾക്കും ആഗ്രഹങ്ങളുണ്ട്, ആസ്പിറേഷൻസ് ഉണ്ട് എന്നൊക്കെ ഇരുന്ന് ചിന്തിക്കാനുള്ള ഒരു സമയമോ അതിനുള്ളൊരു ശ്രദ്ധയൊന്നും എനിക്കില്ലായിരുന്നു. അപ്പം ശരിക്കും പറഞ്ഞാൽ ഞങ്ങളുടെ വിവാഹത്തിൻ്റെ ആദ്യകാലത്തൊക്കെ ശരിക്കും സഫർ ചെയ്തിട്ടുണ്ട്. ജിനോ ആണ് നല്ലൊരു പങ്കും സഫർ ചെയ്തിരിക്കുന്നത്. എനിക്കും ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഞങ്ങൾ രണ്ടുപേരുടെയും 2 തരത്തിലുള്ള ഒരു സഫറിങ് ആയിരുന്നു. എനിക്ക് തോന്നുന്നു ഒരു സമയത്ത് ഞാൻ സത്യം പറഞ്ഞാൽ ഓർത്തു ഞങ്ങൾക്കിനി മുന്നോട്ട് പോകാൻ പോലും പറ്റത്തില്ല എന്നോർത്ത സമയങ്ങളുണ്ട്. അത്രമാത്രം ഞങ്ങളുടെ കുടുംബജീവിതം മുന്നോട്ട് അത്രമാത്രം സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്, വെല്ലുവിളികളുണ്ടായിരുന്നു. പക്ഷേ ദൈവാനുഗ്രഹം കൊണ്ട് നമ്മൾ ചെയ്തത് ദൈവത്തിന് മുമ്പ് മുട്ടുകുത്തി എങ്ങനെ മുന്നോട്ട് പോകണമെന്ന് അറിയത്തില്ല. ഞാൻ ഈ മിനിസ്ട്രിയിലൊക്കെ ആക്റ്റീവ് ആയതുകൊണ്ട് മറ്റുള്ളവരുടെ മുമ്പിൽ മുണ്ടിട്ട് നടക്കേണ്ട ഗതികേടായി. കാരണം അവരറിഞ്ഞാൽ എൻ്റെ ജീവിതത്തിൽ എന്താണ് നടക്കുന്നതെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ ഒരു മാതൃകാ കുടുംബമായിരിക്കും എന്നൊക്കെ സ്വപ്നം കണ്ടിട്ടാണ് ഈ കല്യാണമൊക്കെ കഴിക്കുന്നത്. പക്ഷേ ഇവിടെ വില്ലനായി വന്നത് ഈഗോയാണ്. എൻ്റെ ഈഗോ എനിക്ക് വളരെ വ്യക്തമായിട്ടറിയാം. ഞാൻ പണ്ട് കല്യാണത്തിന് മുമ്പ് 11 പോയിന്റ് എൻ്റെ ഭാര്യയെക്കുറിച്ച് എഴുതി വെച്ച് വെയിറ്റ് ചെയ്ത ആളാണ്. പക്ഷെ എൻ്റെ അവസാനം ദൈവഹിതം നടക്കട്ടെ എന്ന് പറഞ്ഞു. അവസാനം ദൈവം എൻ്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നയാൾ, എൻ്റെ ആദ്യത്തെ ശ്രമം എൻ്റെ ഈ പോയിന്റുകളൊക്കെ ഇവളില്ലാത്തത് എങ്ങനെ ഇവളിൽ ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളതായിരുന്നു. അപ്പം ഐ വാസ് ട്രൈങ് ടു ക്രിയേറ്റ് എ വൈഫ് അല്ലെങ്കിൽ എ സ്പൗസ് വിച്ച് ഫിറ്റ്സ് ഇൻ ടു മൈ ഐഡിയ ഓഫ് എ സ്പൗസ്. അപ്പം അതെൻ്റെ ഈഗോ തന്നെയായിരുന്നല്ലോ. ശരിക്കും എനിക്ക് തോന്നുന്നു ചേട്ടൻ പറഞ്ഞപ്പം നമ്മൾ
എല്ലാവരും ഒരു പേഴ്സണൽ ഇൻഡിവിജ്വൽ ആണ്. അവർ രണ്ടുപേരും ഒന്നിച്ച് ഒരു ലൈഫ് തുടങ്ങുമ്പോൾ ചേട്ടൻ പറഞ്ഞ പോലെ ഇറ്റ് ടേക്സ് എ ലോങ് ടൈം. അത് മനസ്സിലാക്കി രണ്ടുപേരുടെ ഈഗോ ഒക്കെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ബാലൻസ് ഒക്കെ ചെയ്ത് മുന്നോട്ട് പോയി ഒരു ടൈം എടുക്കും. ഇറ്റ് ടേക്സ് എ ടൈം. പക്ഷെ ഇറ്റ് ഈസ് ബ്യൂട്ടിഫുൾ യുനോ വെൻ ഇറ്റ് കംസ് ടുഗെദർ. രണ്ടുപേരും ഒരുമിച്ച് വന്ന് ജീവിതത്തിലായിരിക്കുമ്പോൾ തന്നെ ആ ഒരു ഗ്രേസ് കൊടുക്കും, അതെങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്നുള്ളത്. ശരിക്കും എങ്ങനെയാണ് ആ ഈഗോനെ ടേക്ക് ഓവർ ചെയ്തത് എന്നുള്ളതൊന്ന് ശരിക്കും നിങ്ങളുടെ ലൈഫ് എക്സ്പീരിയൻസിൽ അത് എങ്ങനെ ചെയ്തതെന്നൊന്ന് പറയാമോ? എനിക്ക് ഉണ്ടായത് ഇതാണ്. ഞാൻ പോയി മുട്ടുകുത്തി, ദൈവാനുഗ്രഹം കൊണ്ട് അന്ന് നമ്മൾ ഈ ജീസസ് യൂത്തിലൊക്കെ ആക്റ്റീവ് ആയതുകൊണ്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ നമ്മൾ ഏതെങ്കിലും ഒരു ആരാധന ചാപ്പലിൽ പോയി മുട്ടുകുത്തി കണ്ണീരൊഴുക്കി പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. അപ്പൊ ദൈവം എന്നോട് ആദ്യം പറഞ്ഞത്, നിന്റെ പ്രശ്നം എന്ന് പറയുന്നത് നിന്റെ ഭാര്യയല്ല, നിന്റെ കുടുംബമല്ല, നീയാണ്. അപ്പം എന്നെ പൊളിച്ചു എന്നുള്ളതാണ് തമ്പുരാൻ ആദ്യം ചെയ്തത്. ഈ പൊണോഗ്രഫി കൾച്ചറാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പം മോസ്റ്റ് ഓഫ് ആർ ഐഡിയാസ് ആർ എന്താ ഫോംഡ് ബൈ പൊണോഗ്രഫി. സൗന്ദര്യത്തെക്കുറിച്ചുള്ള ബോധമൊക്കെ ഒരുപക്ഷെ എൻ്റെ ഉണ്ടായിരുന്നത് വളരെ എന്താ പറയുക, ഒരു ശരീരത്തിൻ്റെ യൂട്ടിലിറ്റിക്ക് അതുപോലെ. അപ്പോൾ ആദ്യം എന്നെ തമ്പുരാൻ പൊളിച്ചത്, നീയാണ് നിന്റെ പ്രശ്നക്കാരൻ, നിന്നിൽ നിന്നാണ്, നീയാണ് പ്രശ്നക്കാരൻ. Because everything that I've created is beautiful. Then my challenge was to discover the beauty in her. അപ്പോൾ അവിടുന്നാണ് ഞാൻ എൻ്റെ എന്താ പറയുക ഒരു വിശുദ്ധ വീതി തുടങ്ങുന്നതെന്ന് പറയാം. അപ്പം ചെറുതാകലായിരുന്നു, ചെറുതാകൽ. ഞാൻ എന്നെ ചെറുതാകാൻ അവളുടെ മുമ്പിലും ലോകത്തിൻ്റെ മുമ്പിലും ഞാൻ തന്നെ സ്വയം ചെറുതാകാൻ തീരുമാനിച്ചപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ അവിടെ ഒരു പ്രോഗ്രസ് ഉണ്ടായത്. വി ബോത്ത് പ്രോഗ്രസ്ഡ്. മോമെന്റ് ഐ ഡിസൈഡഡ് ടു എന്താ പറയുക ചെറുതാകാൻ തീരുമാനിച്ചപ്പോഴത്തേക്ക് ഞങ്ങളുടെ ജീവിതം തന്നെ ഓർഡറിലാകാനായിട്ട് തുടങ്ങി. ബട്ട് ഇറ്റ് ടുക്ക് എ ലോങ് ടൈം. സോ ഇറ്റ്സ് വർത്ത് വെയിറ്റിംഗ്. അതുകൊണ്ട് തന്നെ ഞാൻ ഈ പുതിയ ആദ്യമായിട്ട് കഴിക്കുന്ന യങ്സ്റ്റേഴ്സിനോട് പറയും, സോ 4 years 5 years is not a time for you to judge whether your marriage is successful or not. പ്രശ്നങ്ങളല്ല നമ്മുടെ വിവാഹത്തിൻ്റെ ആ കൂദാശ തരുന്ന ഒരു എന്താ ഒരു കപ്പാസിറ്റി ഉണ്ട് നമ്മുടെ കൂദാശ തരുന്ന. അതിനെ ഡിപ്പെൻഡ് ചെയ്ത് നമ്മൾ നമ്മുടെ സെൽഫ്ലെസ്നെസ്സിലേക്കുള്ള ഒരു യാത്രയാണ് എന്ന് എനിക്ക് തോന്നുന്നു. എനിക്ക് തോന്നുന്നു ഇന്നത്തെ കൂടുതലും പ്രോബ്ലംസും അത് തന്നെയാണ്, ആ ഒരു പേഷ്യൻസ് ഇല്ലാത്തത് അല്ലേ? ശരിക്കും അതൊന്ന് ടേക്ക് ഓവർ ചെയ്യാനായിട്ടുള്ള ആ ഒരു അറിയാൻ പോലുമുള്ള അല്ലേ, ഇതാണ് പ്രശ്നം, എൻ്റെ പ്രശ്നമാണ്, ഞാനാണ് പ്രശ്നമെന്ന് തിരിച്ചറിയാൻ പോലുമുള്ള ഒരു പേഷ്യൻസ് ഇല്ല. അതിരിക്കണം, അതിനുവേണ്ടി നമ്മൾ ഇരിക്കണം, പ്രാർത്ഥിക്കണം, മനസ്സിലാക്കണം. പിന്നെ നമ്മുടെ ഈഗോയോട് എന്താ പറയുക, നമ്മളോട് തന്നെയുള്ള ഒരു ബാറ്റിലാണല്ലോ ഏറ്റവും വലിയ. നമ്മുടെ സ്വന്തം ഈഗോയോട് ഫൈറ്റ് ചെയ്യാനാണല്ലോ ഏറ്റവും ബുദ്ധിമുട്ട് അല്ലേ? ഇതിനെക്കുറിച്ച് കൂടുതൽ ആഴത്തിൽ എന്താണ് നമുക്ക് കേൾക്കാനുള്ളത് നമുക്ക് നോക്കാം. അവിടെ ടോജിൻ ചേട്ടനും മീനു ചേച്ചിയും ഒരു ഗസ്റ്റ് ആയിട്ട് റെഡിയായി നിൽക്കുന്നുണ്ട്. നമുക്ക് അവരിലേക്ക് പോകാം. ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ജോർജ് ഏട്ടനാണ് നമ്മോടൊപ്പം ഉള്ളത്. ജോർജ് ഏട്ടൻ്റെ വൈഫ് ലിസാൻഡി, അതുപോലെ 4 പെൺമക്കള്, വീട് കോട്ടയത്താണ്. അപ്പോൾ ജോർജ് ഏട്ട വിശുദ്ധ രീതിയിലേക്ക് സ്വാഗതം. ദമ്പതികളുടെ ജീവിതത്തിലെ ഒരു പ്രധാന വില്ല് അല്ലെങ്കിൽ ഒരു പ്രധാന പ്രശ്നം ഈഗോ എങ്ങനെ നമുക്ക് കൈകാര്യം ചെയ്യാൻ പറ്റും? ഈഗോയെ കുറിച്ച് എപ്പോഴും പറയുന്ന ഒരു ചൊല്ലുണ്ട്, മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ 5 മിനിറ്റ് വരെ ശരീരത്തിൽ ചൂട് കാണും, ഈശ്വര, പിന്നെ ഒരു 5 മിനിറ്റ് കൂടെ കഴിഞ്ഞാലേ ഈഗോ പോവുള്ളൂ. അപ്പോൾ ഈഗോ എങ്ങനെയാണ് പൂർണ്ണമായിട്ടും പോകുന്നതെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഇതാ എൻ്റെ ഉത്തരം വരുന്നത്. പക്ഷെ എങ്ങനെ ഇതിനെ മാനേജ് ചെയ്യാം? ഇപ്പം ഞാൻ ഒരു ഉദാഹരണം പറയാനുണ്ട്. ഇന്ന് ഞാൻ രാവിലെ ഞങ്ങളുടെ വീട്ടിൽ ദോശയായിരുന്നു ബ്രേക്ക്ഫാസ്റ്റിന്. നല്ല ടേസ്റ്റി ദോശയായിരുന്നു ഇന്നുണ്ടായി. ദോശ ടേസ്റ്റി ആകാൻ കാരണം നല്ല അരിയും നല്ല ഉഴുന്നും ആയിരുന്നു എന്നുള്ളത് മാത്രമല്ല, ഭാര്യ തലേന്ന് പരിയുണ്ട് തീർച്ചയായിട്ടും തലേന്ന് ഈ ഉഴുന്നും ഈ അരിയും നന്നായി അരച്ചിരുന്നു. ഇത് പ്രധാനപ്പെട്ട കാര്യമാണ്. അരി ചിലപ്പോൾ ബ്രാൻഡഡ് അരി ആയിരുന്നിരിക്കാം, അല്ലെങ്കിൽ അയ്യാറട്ടാണ് അതിൻ്റെ ജെനുസ്. ഇതൊക്കെ കെട്ടിപ്പിടിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ ഈ ദോശ നന്നാകുകയല്ല, അത് അരിയായിട്ട് അങ്ങനെ ഇരിക്കും. അപ്പോൾ അത് അരഞ്ഞൊരു മാവാകാൻ വേണ്ടി അത് അനുവദിച്ച് വിട്ടുകൊടുത്തിടത്താണ് ആ
അരിമാവായിട്ട് മാറുന്നു. അതുപോലെ തന്നെ അരിമാവിൽ നിന്നും വ്യത്യസ്തമാണ് തീർച്ചയായിട്ടും നമ്മുടെ ഉഴുന്നിൻ്റെ മാവ്. അത് ഇച്ചിരി ഒന്ന് പതയുകയും ഇച്ചിരി ആഡംബരമൊക്കെ ആയിട്ടൊക്കെ ഇരിക്കും. അരി പോലെ ഇരിക്കണമെന്ന് പറയാൻ പറ്റില്ല. അത് അതിൻ്റെ മാവായിട്ട് മാറും. ഓക്കെ, വ്യത്യാസമുണ്ട്. ഇനി ഇത് രണ്ടും കൂടി ചേർത്ത് ഒരു രാത്രി ഇരുന്ന് കഴിയുമ്പം പിറ്റേ ദിവസം അത് രൂപാന്തരപ്പെടുക, പിറ്റേ ദിവസം അതിനൊരു മാറ്റം സംഭവിക്കുക, അല്ലെങ്കിൽ അത് പ്രോസസ്ഡ് ആകുകയാണ്, അല്ല അതിനൊരു മാറ്റം. നമ്മൾ സാറിനെ പുളിച്ചു എന്നൊക്കെ പറയും. ഞാൻ പറഞ്ഞു വരുന്നതിനറിയാം, ഈ പുളിപ്പ് മൂലം എന്താ മാറ്റം സംഭവിച്ചത്? ഇതാണ് മാറ്റം. തലേന്ന് നമ്മൾ ചേർത്ത് വെച്ചത് അരിമാവും ഉഴുന്നുമാവുമാണ്. പിറ്റേ ദിവസം രാവിലെ നമുക്ക് കിട്ടുന്നത് ദോശമാവാണ്. അരിമാവും ഇല്ല. ഇതാണ് ഒരു കുടുംബത്തിലും സംഭവിക്കേണ്ടത്. ഞാൻ പറഞ്ഞു വരുന്നത് പിടിയിടുന്നില്ല. ഒരു ഭാര്യാഭർത്തൃ ബന്ധത്തിലേക്ക് വരിക എന്ന് പറയുമ്പോൾ ഇവരുടെ ഈഗോ തീർത്തും പോയി ഞാനെന്ന് ഉള്ള ആ രണ്ടുപേരുടെയും നിലപാട് മാറി ഞങ്ങൾ എന്നുള്ള, ഞാൻ ഇപ്പോൾ പറഞ്ഞു തുടങ്ങിയപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു, ഞങ്ങളുടെ വീട്ടിൽ ദോശ, എൻ്റെ വീട്ടിലല്ല ദോശ ഉണ്ടാക്കിയത്, ഞങ്ങളുടെ വീട്ടിലാണ്. ഇതായി എടുക്കാൻ ഞാൻ 10-30 കൊല്ലത്തിന് ശേഷം ഇരുന്നുകൊണ്ടാണ് ഞാൻ ഈ ഞങ്ങൾ പറയുന്നത്. പിറ്റേ ദിവസം തൊട്ട് ഞങ്ങൾ പറയാൻ തുടങ്ങിയാൽ നല്ലതാണ്. പക്ഷേ ഇതൊരു ലക്ഷ്യം നമ്മൾ മുമ്പ് വെച്ചുകൊണ്ട് പോകണം. അങ്ങനെയാണെങ്കിൽ ഇത് ചൂടുകല്ലിലേക്കിട്ട് പാകപ്പെട്ട് കഴിയുമ്പോൾ ഇത് ഞങ്ങളുടെ ജീവിതമാകുന്നു, മുറിച്ച് ഭക്ഷിക്കുക എന്ന് പറയാൻ പറ്റും. വിവാഹ ജീവിതത്തിലേക്ക് കയറുമ്പോൾ ഓർത്തിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇതൊരു ബലിയർപ്പണമാണ്. പുതിയ നിയമത്തിൽ ബലിയർപ്പണം എന്ന് പറയുമ്പോൾ അർപ്പിക്കുന്നവനും ബലിവസ്തുവും ഒന്നാണ്. അതാണ് പുതിയ നിയമത്തിലെ പഴയ നിയമത്തിലെല്ലാം നമ്മൾ കാണുന്നതും മറ്റാരെയെങ്കിലും മറ്റെന്തിനെയെങ്കിലും ബലിയർപ്പിക്കുക. പുതിയ നിയമത്തിൽ അങ്ങനെ ഒരു ബലിയർപ്പണമില്ല. സ്വയം എന്നെ തന്നെ അർപ്പിക്കുക എന്നുള്ളത്. ചുരുക്കി പറഞ്ഞാൽ ഈഗോ പോവില്ല. ഈഗോ പോകുന്നോ പോകുന്നില്ലയോ നമ്മൾ അതിൻ്റെ പുറകെ പോകാതിരിക്കുക കാര്യമില്ല. നമ്മൾ ചെയ്യേണ്ടത്, എൻ്റെ ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ എങ്ങനെ ദോശ നന്നാക്കാം. ശരി. അപ്പം ഈ കുടുംബജീവിതത്തെ ഞാൻ എങ്ങനെ ഇത് മറ്റുള്ളവർക്ക് സന്തോഷം പകരുന്ന, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ മുമ്പാകെ നമ്മൾ അവതരിപ്പിക്കുക, ദൈവം എടുത്തു നോക്കണം നന്നായിരിക്കുന്നു, നല്ല ദോശയായിരിക്കുന്നു എന്ന് പറയത്തക്ക വിധത്തിൽ കൊണ്ടുവരണമെങ്കിൽ ഇതെങ്ങനെ ഇഴുകിച്ചേരണം. ഇത് നമ്മളൊരു ലക്ഷ്യമാക്കിയെടുത്ത് മുമ്പോട്ട് പോകും. ഈ ബലിയർപ്പണത്തിൻ്റെ പ്രത്യേകതകളിലേക്ക് അത് വരും. ഇപ്പോൾ ബലിയർപ്പണമാണ്. അപ്പോൾ ഇത് വരുമ്പോഴത്തേനാണ് ഓർക്കുന്നത് നമുക്കൊരു പൗരോഹിത്യമുണ്ട്. വിശുദ്ധ വിവാഹമെന്ന കൂദാശയിലൂടെ നമുക്കൊരു അഭിഷേകം കിട്ടുന്നുണ്ട്. ഈ അഭിഷേകത്തിൽ നിന്നാണ് നമ്മൾ ഈ ബലിയർപ്പിക്കുന്നത്. അതായത് നമ്മളൊരു തമാശയായ കാര്യമല്ല, ഗൗരവമായൊരു കാര്യമാണ്. തന്നെയല്ല അതൊരു ഇച്ചിരി ബുദ്ധിമുട്ടും വിഷമമൊക്കെ ഉണ്ട് അതിനകത്ത്. കാരണം ബലിയർപ്പണം എന്ന് പറയുമ്പോൾ തന്നെ രക്തം ചിന്താതെ ബലിയർപ്പണമില്ല എന്നാണ് ഒരു വചനമുള്ളത്. അപ്പോൾ രക്തം ചിന്തുക എന്ന് പറയുമ്പോൾ അതിനകത്ത് കുറേ ത്യാഗത്തിൻ്റെയും ആ ഒരു 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 വശം തീർച്ചയായിട്ടും ഉണ്ട്. എങ്ങനെ അതിൻ്റെ ഒരു പ്രാക്ടിക്കൽ വശം ഒന്ന് പറയാമോ നമുക്ക്? കുടുംബത്തിൽ എങ്ങനെ അതൊന്നും എങ്ങനെ വരും പ്രായോഗികമായിട്ട്? ഓക്കെ, ഈ എന്താ പറയുന്നത്, ആദ്യമേ നമ്മുടെ മനസ്സിൽ നമ്മളെടുത്ത് മാറ്റി കളയേണ്ട ചില കാര്യങ്ങളുണ്ട്. അത് വിവാഹത്തിന് മുമ്പേ വാസ്തവത്തിൽ തുടങ്ങേണ്ടതാണ്. വിവാഹിതരായവർ ലേറ്റ് ആയല്ലോ എന്നോർത്ത് വിഷമിക്കാതെ കഴിയുന്നത് നേരത്തെ സ്റ്റാർട്ട് ചെയ്യുക. ദൈവത്തിൻ്റെ സഹായം കിട്ടും. കാരണം കാലത്തിന് അതീതനായ ദൈവം ഉള്ളതുകൊണ്ട് നമുക്കത് പ്രശ്നമല്ല എന്നുള്ളത് ആദ്യമേ തന്നെ ഓർത്തേക്കുക. അല്ലെങ്കിൽ അയ്യോ പറ്റിപ്പോയല്ലോ എന്ന് വിചാരിക്കേണ്ട കാര്യമില്ല. ഇപ്പോൾ അറിവില്ലായ്മയുടെ കാലങ്ങളെ ദൈവം പരിഗണിക്കുന്നില്ല. അവിടെ തൊട്ട് നമ്മളിപ്പോൾ മാനസാന്തരപ്പെടുന്നെങ്കിൽ, ഇപ്പോൾ മനസ്സ് തിരിയുന്നെങ്കിൽ പഴയ നഷ്ടങ്ങളെ പരിഹരിക്കാൻ ദൈവത്തിന് സാധിക്കും. നമുക്ക് പറ്റില്ല, ദൈവത്തിന് സാധിക്കും. അത് ദൈവത്തെ വിശ്വസിക്കുക. അപ്പം നമ്മൾ ചെയ്യേണ്ട കാര്യം എങ്ങനെയാണെന്ന് വെച്ചാൽ, ഒന്ന് ഉദാഹരണമായി ഞാൻ ടൗണിലേക്ക് ബസ്സിൽ പോകുമ്പോൾ ഡ്രൈവറുടെ പുറകിലൊരു മറയുണ്ടല്ലോ, ഒരു സ്ക്രീൻ പോലെ. അപ്പോൾ അതിലിങ്ങനെ എഴുതി വെച്ചിരിക്കുന്നത് കണ്ടു, വിവാഹ വിനോദ യാത്രകൾക്ക് XYZ ട്രാവൽസ് അവരുടെ ഏതൊരു പരസ്യം ഉദ്ദേശിച്ചിരിക്കുന്നത്രയേ ഉള്ളൂ. നമുക്കെല്ലാം അറിയാം, വിവാഹയാത്രകൾക്കും വിനോദയാത്രകൾക്കും ഒരു ബസ് റെൻറ്റിന് തരുമെന്ന്. ഓക്കെ, അത്രേ ഉള്ളൂ. പക്ഷെ ഞാനവിടെ ചുമ്മാ ഇരുന്നപ്പോൾ എനിക്ക് തോന്നി, ഇവിടെ വിവാഹ വിനോദയാത്രകൾ അത് വേറൊരു രൂപത്തിൽ നമുക്ക് വേണേൽ അർത്ഥം എടുക്കാമല്ലോ. വിവാഹ വിനോദം, അതിനുള്ള യാത്ര അങ്ങനെ എടുക്കും. അപ്പം ഞാൻ ഓർത്തു, ഓക്കെ അങ്ങനെ എടുക്കാം. പക്ഷെ അങ്ങനെ എടുക്കാമോ ഇല്ലയോ എന്നുള്ളതിനപ്പുറത്ത് അങ്ങനെ ജീവിതത്തിൽ എടുക്കുന്നവരുണ്ട്. വിവാഹത്തെ വളരെ ലൈറ്റായിട്ട് എടുക്കുക. അതൊരു എന്താ പറയുക, നമ്മളൊരു വിനോദയാത്ര പോകുന്ന പോലെ വളരെ ഒരു കെയർ ഫ്രീ ആയിട്ട് എൻജോയ് ചെയ്യേണ്ടെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ എൻജോയ്മെൻറ്റ് മാത്രമേ ഉള്ളൂ, റെസ്പോൺസിബിലിറ്റി ഒന്നുമില്ല എന്നുള്ള ഒരു നിലപാടിലെടുക്കുമ്പോൾ ഇതൊരു വെറും വിനോദയാത്രയാവും. അതേസമയം ഒരു സ്റ്റഡി ടൂറും വിനോദയാത്രയും തമ്മിൽ വ്യത്യാസമുണ്ട്.
തീർച്ചയായും രണ്ടും യാത്രയാണ്. അപ്പം ഇത് വെറും വിനോദമാക്കി മാറ്റുന്നു. അതിന് പകരം ഞാൻ പറഞ്ഞ പോലെ ഇതൊരു ബലിയർപ്പണമാണ് ഇവിടെ ഇത് പോകുന്നത്. ഇത് ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ ഇത് നമ്മൾ വിവാഹത്തിന് ഒരുങ്ങുമ്പോൾ ഓർക്കണം, ഇതാണ് ഞാൻ കൈകാര്യം ചെയ്യാൻ പോകുന്ന വസ്തുത. അതിനകത്ത് റിസ്ക് ഉണ്ട്, അതിനകത്ത് എൻ്റെ ഒത്തിരി എക്സ്പെർട്ടൈസ് വേണ്ടി വരും, എൻ്റെ ഒത്തിരി ശ്രദ്ധ വേണ്ടി വരും, എൻ്റെ എനർജി വേണ്ടി വരും, എൻ്റെ ബുദ്ധിയും കഴിവുകളും എൻ്റെ ത്യാഗങ്ങളും എൻ്റെ കണ്ണുനീരും ചോരയും വിയർപ്പും എല്ലാം ഇതിനകത്ത് വരുമെന്നുള്ളത് അറിഞ്ഞുകൊണ്ട് വേണം ചെയ്യാൻ. അങ്ങനെ വരുമ്പോൾ ഞാൻ പറയുന്നത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, അങ്ങനെ അയ്യോ ഇതാണെങ്കിൽ എന്നെ കൊണ്ട് പറ്റിയാണ്, ഞാൻ വിനോദയാത്രയാന്നാ ഓർത്തെ എന്നൊരാൾ പറയുന്നുണ്ടെങ്കിൽ ഞാൻ പറയും, മോളെ ഇത് പലർക്കും ഇത് ഇവിടം വെച്ചാൽ വേർതിരിവ് ഉണ്ടാകാത്തതുകൊണ്ടാണ് പ്രശ്നം. പൗലോസിലെ വളരെ ഭംഗിയായിട്ട് പറയുന്നുണ്ട്, ഈ പണി അത്ര എളുപ്പമുള്ളതല്ല. ദൈവത്തിൻ്റെ മുമ്പിലും ഭാര്യയുടെ മുമ്പിലും രണ്ടുപേരെയും പ്രചരിപ്പിക്കണം. ഭാര്യ എന്നുള്ളതിന് പകരം ഭർത്താവ്, ജീവിത പങ്കാളിയും നമുക്കിപ്പോൾ എടുക്കാം. അപ്പോൾ ദൈവത്തെയും പ്രസാദിപ്പിക്കണം, ജീവിത പങ്കാളിയും പ്രസാദിപ്പിക്കണം. പറഞ്ഞിരുന്ന എന്നറിയാമോ, ഒരു മുട്ട് ദൈവത്തിൻ്റെ മുമ്പിൽ മടക്കുമ്പം മറ്റേ മുട്ട് ജീവിത പങ്കാളിയുടെ മുമ്പിൽ മടക്കേണ്ടി വരും. നിങ്ങളെ സിറ്റുവേഷൻ ആലോചിച്ച് നോക്കി, ദൈവത്തിൻ്റെ അരിയതിൻ്റെ ആ ജീവിത പങ്കാളി നിൽക്കുന്നതെങ്കിൽ നമുക്ക് മുട്ടുമടക്ക് എളുപ്പമുണ്ട്. ജീവിത പങ്കാളി ദൈവവും 1 കിലോമീറ്റർ അകലത്തിലാണ് നിൽക്കുന്നെങ്കിൽ ഞാൻ എങ്ങനെ ഈ മുട്ടുമടക്കൽ നടത്തും? ഇത് പൗലോസ്ലീഹ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഇതുകൊണ്ട് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകരുത് എന്നാണ് എൻ്റെ ആഗ്രഹം. പറയാണ് അവന് നിങ്ങളെ കല്യാണം കഴിക്കാൻ ആലോചിക്കുന്നു. ഞാനിപ്പോൾ അത് തന്നെയാണ് ചോദിച്ച ഉത്തരം. ആലോചിക്കുക, കല്യാണം കഴിക്കും, ഇതെനിക്ക് പറ്റുമോ? ഇനി ഉത്തരവാദിത്തം ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ഈ ഈഗോ തീരുന്നത് മാത്രമല്ല, ഇനി അതിനപ്പുറത്തേക്ക് പ്രശ്നമുണ്ട്. ഇവരർപ്പിക്കുന്ന ഈ ബലി നമ്മളില്ല, മരണം വരെ നിലനിൽക്കുന്ന ഒരു ബലിയാണ്. അവിടെ കൊണ്ട് ഇത് പൂർണ്ണമാകുകയും പൂർത്തിയാകുകയുള്ളൂ. അപ്പോൾ നമ്മൾ ഓരോ ആഴ്ച അസസ് ചെയ്തുകൊണ്ടിരുന്നൊരു വലിയ കാര്യമൊന്നുമില്ല. ഞാൻ ചില യുവദമ്പതികൾ വന്ന് പറയുന്നുണ്ട്, ഞാൻ ഇപ്പോൾ 3 മാസമായിട്ട് ഞാൻ ശ്രമിക്കുന്നു, പക്ഷേ എനിക്ക് തോന്നുന്നു ഇത് വിജയകരമായിട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. 3 മാസം ഒന്നുമല്ല, നമുക്കത് ഇട്ടേച്ച് പോകാനൊരു ഓപ്ഷൻ ഉണ്ടായെന്ന് തോന്നലാണ് ആദ്യം മാറ്റേണ്ടത്. ഇത് മാനേജ് ചെയ്യും, സമയമുണ്ട്. അപ്പോൾ ഇതിനിടയ്ക്ക് നമ്മൾ അർപ്പിക്കുന്ന വെച്ചാൽ കുർബാനയെ നമ്മൾ എന്താ സംഭവിക്കുന്നത്? വൈദികൻ ക്രിസ്തുവിൻ്റെ ശരീരവും രക്തവും സഭയ്ക്ക് നൽകുന്നു. നമ്മൾ ചെയ്യേണ്ടത് ക്രിസ്തുവിനെ വളർത്തി സഭയ്ക്ക് നൽകുക. അത് 10, 15, 10, 20 വർഷം വളർത്തേണ്ടി വരും. ഇവിടെ നമ്മുടെ കണ്ണീരും ചോരയും വിയർപ്പും അധ്വാനവും പ്രാർത്ഥനയും തേങ്ങലുകളും വിങ്ങലുകളും എല്ലാം സമർപ്പിച്ച് ഇത് കൊണ്ടുപോകേണ്ടി വരും. ഇത് നമ്മൾ ഏറ്റെടുത്താൽ ഈ ഈഗോ പ്രശ്നമെന്നല്ല, ഇങ്ങനെയുള്ള പ്രശ്നങ്ങളെയൊക്കെ നമുക്ക് കൈകാര്യം ചെയ്യാനായിട്ട് പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഏതായാലും വളരെ നന്ദി ജോർജ് ചേട്ടാ. സോ താങ്ക് യു വെരി മച്ച്. ബാക്ക് ടു യു മനു ആൻഡ് എൽറിയ. താങ്ക് യു. അവിടെ ജോർജെങ്കിലും നല്ല രസമായിട്ട് വേറൊരു രീതിയിൽ ഇതിനെ പ്രസന്റ് ചെയ്യുകയുണ്ടായി. ഇതിനെക്കുറിച്ച് കൂടുതൽ ആഴത്തിൽ അച്ഛൻ എന്താണ് സംസാരിക്കാനുള്ളതെന്ന് നമുക്ക് കേൾക്കാം. സോ അച്ഛനിലേക്ക് നമുക്ക് പോകാം. ഓവർ ടു ഫിലിപ്പൈൻസ്. യേശു മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. കുടുംബജീവിതത്തിലെ പ്രധാന വില്ലനായ ഈഗോയെ പറ്റിയാണ് നമ്മുടെ ഇന്നത്തെ ഡിസ്കഷൻ മുഴുവൻ പോയത്. എങ്ങനെ ഈഗോ ഐഡൻറ്റിഫൈ ചെയ്യണം, എങ്ങനെ ടാക്കിൾ ചെയ്യണം എന്നൊക്കെ ചില പ്രാക്ടിക്കൽ അനുഭവങ്ങളൊക്കെ എനിക്ക് മുമ്പേ വന്നവരൊക്കെ പറഞ്ഞു തന്നു. ഞാൻ അല്പം കൂടി അതിന് കുറച്ചുകൂടി മറ്റു ഭാഗങ്ങൾ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഈഗോ എന്ന് പറയുന്നത് അതിൽ തന്നെ ഇംഗ്ലീഷ് നമ്മൾ സെൽഫ് എസ്റ്റീം, ഇതിൽ പോസിറ്റീവ് നെഗറ്റീവ് ഉണ്ട് കേട്ടോ. ഈഗോ എന്ന് പറയുമ്പോൾ നമ്മൾ വെറും ദുരഭിമാനം എന്ന് മാത്രം കരുതരുത്. ഇംഗ്ലീഷിൽ സെൽഫ് എസ്റ്റീം എന്നോ സെൽഫ് ഇമ്പോർട്ടൻസ് എന്നൊക്കെ പറയാം. ഒരാൾക്ക് കൊടുക്കുന്ന പ്രാധാന്യം, തന്നെ കൊടുക്കുന്ന പ്രാധാന്യം, അതൊരു പരിധിവരെ ആവശ്യമാണ് പോസിറ്റീവ് ഈഗോ. അല്ലെങ്കിൽ നമുക്ക് കനത്ത അപകർഷതാബോധത്തിന് വലിയ രോഗം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പക്ഷേ ഈ നെഗറ്റീവ് ഈഗോ ശരിക്കും വലിയൊരു വില്ലനാണ്. അതായത് ഈ ദുരഭിമാനം കൂട്ടിമുട്ടി, 2 ദുരഭിമാനങ്ങൾ തമ്മിൽ കൂട്ടിമുട്ടി വലിയ പൊട്ടിത്തെറികൾ ഉണ്ടാകുന്നു. ഒരു നല്ലൊരു ശതമാനം വരെ യങ്സ്റ്റേഴ്സിനിടയിലുള്ള ഈ കാലഘട്ടത്തിലുള്ള ഡിവോഴ്സ് കേസുകൾ പ്രധാനപ്പെട്ട വില്ലൻ ഈഗോയാണെന്നാണ് സ്റ്റഡീസ് പറയുന്നത്. പലപ്പോഴും അവരെ ഐഡൻറ്റിഫൈ ചെയ്യുന്നത് അവർ മറ്റു പല കാര്യങ്ങളായിട്ട് പോകുന്നത്. പക്ഷേ കൗൺസിലേഴ്സ് പറയും ജസ്റ്റ് സിമ്പിൾ ഈഗോ ക്ലാഷ് മാത്രമേ ഉള്ളൂ. പക്ഷേ ഈ ഈഗോ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഈ യങ്സ്റ്റേഴ്സിനൊക്കെ വിവാഹത്തിന് ക്ലാസ് എടുക്കുന്ന ഒരു മാഡം ഈ ദിവസങ്ങളിൽ പറഞ്ഞൊരു സംഭവം ഞാൻ ഓർക്കുന്നുണ്ട്. അവർ പെൺകുട്ടികൾക്ക് വേണ്ടി ഒരു സെഷൻ എടുക്കുകയായിരുന്നു. അപ്പോൾ വിവാഹം കഴിഞ്ഞ ചെറുപ്പക്കാരായ സ്ത്രീകളാണ്. അപ്പോൾ അവർ പറയുകയാണ്, മക്കളെ നിങ്ങളുടെ ആഗ്രഹം എന്തായിരുന്നു കല്യാണത്തിന് മുമ്പ്? നിങ്ങളെക്കാളും ജോലിയുള്ള, നിങ്ങളെക്കാളും പൊക്കമുള്ള, നിങ്ങളെക്കാളും സൗന്ദര്യമുള്ള, നിങ്ങളെക്കാളും സാലറിയുള്ള, നിങ്ങളെക്കാളും ബെസ്റ്റ് കുടുംബത്തിൽ നിന്ന് ഒരു കെട്ടിയവരെ കിട്ടണം. ഇപ്പോൾ ചെറുക്കനാണല്ലോ അങ്ങനെ തന്നെയാണല്ലോ, എന്നേക്കാളും നല്ലതായിരിക്കണം, എന്നേക്കാളും സൗന്ദര്യം ഉണ്ടായിരിക്കണം, കുറേ ഡിമാൻഡ്സ് കാണുമല്ലോ, ബെസ്റ്റ് ഡിമാൻഡ്സുകൾ. പക്ഷേ കല്യാണം കഴിഞ്ഞപ്പോൾ ഈ ബെസ്റ്റുകളെല്ലാം തമ്മിൽ കൂട്ടിമുട്ടി പ്രശ്നമാകാൻ തുടങ്ങി. ഇപ്പോൾ എന്നേക്കാളും താഴ്ന്ന ആൾ മതി, എന്നേക്കാളും കുറഞ്ഞ ആൾ മതി. അത് ശരിക്കൊരു റിയാലിറ്റി അല്ലേ? കല്യാണത്തിന് മുൻപ് കാലങ്ങളിൽ നിങ്ങളുടെ പാർട്ട്ണറിൽ നിങ്ങൾ നല്ലതെന്ന് കണ്ട പല കാര്യങ്ങളും ഇപ്പോൾ നിങ്ങൾക്ക് ഈഗോ ക്ലാഷിന് കാരണമായി. നിങ്ങളെക്കാൾ വലുത്, എന്നേക്കാൾ വലുത് ആരും വേണ്ട, എന്നേക്കാൾ സ്ട്രോങ് ആയിട്ട് ആരും വേണ്ട, എന്നേക്കാൾ സ്റ്റാറായിട്ട് ആരും വേണ്ട. ഇത് വലിയൊരു ക്ലാഷാണ് നമ്മുടെ ജീവിതത്തിലുള്ള.
അതുകൊണ്ട് എങ്ങനെ ഈ ഈഗോയെ ടാക്കിൾ ചെയ്യാം? ഫസ്റ്റ് സ്റ്റെപ്പ് എടുക്കേണ്ട കല്യാണത്തിന് മുമ്പ് തന്നെയാണ് കേട്ടോ. വിവാഹത്തിന് വേണ്ടി ഒരുങ്ങുന്ന എൻ്റെ പ്രിയപ്പെട്ട യുവതി യുവാക്കന്മാരെ, ഇത് നിങ്ങൾക്കുള്ള നല്ലൊരു പാഠപുസ്തകം കൂടിയാണ്. നിങ്ങളുടെ ഈഗോ നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യുക. എന്തൊക്കെയാണ് നിങ്ങളുടെ ഈഗോസ്? അത് നിങ്ങൾ ഫസ്റ്റ് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റണം. എന്നാലും നിങ്ങൾക്ക് വിജയിക്കാൻ പറ്റത്തുള്ളൂ. നിങ്ങളുടെ ഈഗോ ഒരുപക്ഷെ നിങ്ങളുടെ ഈഗോ നിങ്ങളുടെ വീട് തന്നെ ആയിരിക്കും, നിങ്ങളുടെ മാതാപിതാക്കളായിരിക്കും. എൻ്റെ വലിയൊരു ഫാമിലിയാണ്, ഞങ്ങൾ വലിയ സെറ്റപ്പാണെന്ന് വിചാരിക്കും, എൻ്റെ പേരൻസ് സൂപ്പറാണ്. അല്ലെങ്കിൽ നിങ്ങളുടെ സ്റ്റഡീസ് ആയിരിക്കും നിങ്ങളുടെ ഈഗോ. കല്യാണം കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് ഭാര്യ പറയും ഇതെന്തൊരു കുടുംബമാണ്, ഇതെന്തൊരു അപ്പനും അമ്മയാണ്, നിങ്ങൾക്കൊരു സ്റ്റാൻഡേർഡ് ഇല്ലോ, എവിടെ ഈഗോ പൊട്ടി, നിങ്ങളെക്കാളും വരുന്നത് മറ്റൊരാളൊന്നും വന്നല്ലോ. ഇതൊരു പ്രശ്നം. അതുകൊണ്ട് ഐഡൻറ്റിഫൈ യുവർ ഈഗോ. കല്യാണം കഴിഞ്ഞവർക്കുള്ള ടിപ്പ് ഇതാണ്. നിങ്ങളുടെ കല്യാണത്തിന് ആദ്യ സമയങ്ങളിലുണ്ടല്ലോ, നിങ്ങൾ ദയവ് ചെയ്ത് പരസ്പരം നന്നായിട്ട് തുറന്ന് സംസാരിക്കാൻ പറ്റണം. അപ്പോൾ നിങ്ങളുടെ ഈഗോകൾ നിങ്ങൾക്ക് പരസ്പരം ഷെയർ ചെയ്യാനുള്ള സ്പേസ് ഉണ്ട്. തുടക്കമാണല്ലോ, അതുകൊണ്ട് തന്നെ ഒത്തിരി പൊട്ടലും ചീറ്റലൊന്നും കാണത്തില്ല. ഈ പുതുമോടിക്കൊക്കെ കുറച്ചൊക്കെ നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യുകയും ചെയ്യും. അതുകൊണ്ട് ആ സമയത്തൊക്കെ നിങ്ങൾ കുറച്ചുകൂടിയൊക്കെ ഷെയർ ചെയ്യാൻ പറ്റണം. ഇതൊക്കെയാണ് എൻ്റെ പ്രശ്നങ്ങൾ. ഈ ഈഗോ എന്ന് പറഞ്ഞാൽ നമുക്ക് എവിടെ തൊടുമ്പോഴാണ് നിങ്ങൾക്ക് ചൊറിയുന്നത്, അല്ലെ എവിടെ തൊടുമ്പോഴാണ് നിങ്ങൾക്ക് പൊള്ളുന്നത്, നിങ്ങൾക്ക് പൊട്ടുന്നത്, അതാണ് നിങ്ങളുടെ ഈഗോ. അതുകൊണ്ട് ഇതൊക്കെയാണ് കേട്ടോ എൻ്റെ ഈഗോയുടെ പ്രശ്നങ്ങൾ. ഇതൊക്കെയാണ് എനിക്ക് ചൊറിയുന്ന ഏരിയകൾ എന്ന് നന്നായിട്ടൊന്ന് സ്നേഹപൂർവ്വം നിങ്ങളുടെ കൗണ്ടർ പാർട്ടിന് പറഞ്ഞു കൊടുക്കാൻ എളിമയുണ്ടാവണം. എങ്കിലല്ലേ ആ വ്യക്തിക്ക് മനസ്സിലാവത്തുള്ളൂ. അതൊരു പാർട്ട്. സെക്കൻഡ് പാർട്ട്, യു പ്ലീസ് ഒബ്സർവ് യുവർ പാർട്ട്ണർ, എസ്പെഷ്യലി ഫ്രം ദ ബിഗിനിങ് ഡേയ്സ് ഓൺവേർഡ്സ്. കല്യാണം കഴിഞ്ഞ ആദ്യ സമയങ്ങളിൽ നിങ്ങളുടെ പാർട്ട്ണറിനെ ഒന്ന് പഠിക്കണം. ഏതൊക്കെ ഏരിയ തൊടുമ്പോഴാണ് നിങ്ങളുടെ പാർട്ട്ണർ പൊള്ളുന്നത്, ചൂടാവുന്നത്, പൊട്ടിത്തെറിക്കുന്നത്, തകർന്നത്, അല്ലെങ്കിൽ തരിപ്പണാവുന്നത്, അപകർഷാബോധം കാണിക്കുന്നതൊക്കെ ഏത് ഏരിയകൾ തൊടുമ്പോഴാണ് ആ ഏരിയയിൽ സോഫ്റ്റായിട്ട് തൊടാതിരിക്കുക. പക്ഷേ പലപ്പോഴും നമ്മൾ എന്താ ചെയ്യുന്നത്, എവിടെ തൊട്ടാൽ പൊള്ളുവോ അവിടെ തന്നെ നമ്മൾ മാന്തിക്കൊണ്ടിരിക്കും. ഇപ്പോൾ ഭാര്യ വീട് ഇച്ചിരി പ്രശ്നമാണെങ്കിൽ, അല്ലെങ്കിൽ ഭാര്യയുടെ സ്വന്തക്കാർക്ക് ആരെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഇഷ്യൂ വരുമ്പോൾ വേഗം അതെടുത്തങ്ങ് ഇടും. അപ്പോൾ വീണ്ടും ഈഗോയെ തൊട്ടില്ലേ. ഭർത്താവിൻ്റെ ഏതെങ്കിലും ഒരു ഫ്രണ്ട്ഷിപ്പോ അല്ലെങ്കിൽ ഏതെങ്കിലും ഏരിയ പ്രശ്നം ഉണ്ടെങ്കിൽ, ഭർത്താവിന് തൊട്ടാൽ പൊള്ളുന്ന ഏരിയ ആണെങ്കിൽ അടി പൊട്ടിക്കഴിയുമ്പോൾ നമ്മൾ വേഗം അങ്ങോട്ട് പിടിച്ചിടും. അപ്പോൾ പിന്നെ മൊത്തത്തിൽ കൂട്ടപ്പൊരിച്ചിലും പൊട്ടിത്തെറികളും മാത്രമേ ഉണ്ടാവത്തുള്ളൂ. സോ വാട്ട് ക്യാൻ വി ഡു? ഫസ്റ്റ് തിങ്, യു മസ്റ്റ് ഹാവ് എ ഫാമിലി ടൈം. നിങ്ങൾ കപ്പിൾസ് ടൈം ഉണ്ടാകണം. അത് എത്ര പ്രായമുള്ള കപ്പിൾസ് ആയാലും, അതായത് ഭാര്യയും ഭർത്താവും മാത്രമായിട്ട് ഔട്ടിങ്ങിനൊക്കെ പോകാറുണ്ടോ, ഒരു യാത്രയ്ക്ക് പോകാറുണ്ടോ, ഒരു ഭക്ഷണം കഴിക്കാൻ പോകാറുണ്ടോ, മക്കളൊക്കെ ഉള്ളവരാണെങ്കിൽ പോലും. കാരണം അതൊരു മസ്റ്റാണെന്ന് ഞാൻ വിചാരിക്കുകയാണ്. കാരണം നിങ്ങൾ തമ്മിൽ സംസാരിക്കപ്പെടാൻ സ്ഥലം വേണം. ഒരുപക്ഷെ നിങ്ങൾ കിടക്കുന്നതിന് മുമ്പായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒറ്റയ്ക്ക് സമയമായിരിക്കാം, ഒറ്റയ്ക്ക് നിന്ന് പ്രാർത്ഥിക്കുമ്പോഴായിരിക്കും. നിങ്ങൾ തമ്മിലൊരു സമയം വേണം. ആ സമയത്ത് നിങ്ങൾ നൈസായിട്ട് നിങ്ങളുടെ കൗണ്ടർ പാർട്ട്ണറുടെ ഈഗോയെ ഫീഡ് ചെയ്യണം. ഫീഡ് ദ ഈഗോ ഓഫ് യുവർ പാർട്ട്ണർ എന്ന് വെച്ചാൽ ആ പുള്ളിയുടെ ചില സ്ട്രോങ് പോയിന്റ്സ് ഉണ്ടല്ലോ, അല്ലെ വീക്ക് പോയിന്റ്സ് ഉണ്ടല്ലോ, അവർക്ക് ഭക്ഷണം കൊടുക്കണം. ഫോർ എക്സാമ്പിൾ, അദ്ദേഹത്തിന് ഭർത്താവിൻ്റെ മാതാപിതാക്കളാണ് അദ്ദേഹത്തിന് ഏറ്റവും വലിയ വീക്ക്നെസ് എങ്കിൽ ആ മാതാപിതാക്കളെ പറ്റി നന്മകൾ പറയണം. തള്ളാനല്ല ഉദ്ദേശിച്ചത് കേട്ടോ, തള്ളലല്ല ഉദ്ദേശിച്ചത്. സത്യസന്ധമായിട്ട് എന്തോരം നന്മകൾ പറയാൻ നമുക്കുണ്ട്, ആ നന്മകൾ പറയണം. അതുപോലെ തന്നെ ഭാര്യയുടെ ചില ഇഷ്ടങ്ങൾ, ഭാര്യയുടെ ഏറ്റവും ഫേവറേറ്റ് ആണ് ഹോബി, ഫുഡ് ഉണ്ടാക്കലായിരിക്കാം, അല്ലെങ്കിൽ ചില കാര്യങ്ങൾ ചെയ്തുണ്ടാക്കലായിരിക്കാം. ഒരു അപ്രീസിയേഷൻ കൊടുക്കണം. അങ്ങനെയാണ് നമ്മൾ ഈഗോ ഫീഡ് ചെയ്യാൻ പഠിക്കണം. അതിൻ്റെ പരാജയമാണ് അക്നോളജ് ചെയ്യാതിരിക്കുക. അല്ലെങ്കിൽ തന്നെ അക്നോളജ് ചെയ്തില്ലെങ്കിലും പോട്ടെ, കറക്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ പബ്ലിക്കായിട്ട് കറക്റ്റ് ചെയ്യുക. പ്ലീസ് ടേക്ക് നോട്ട്. കറക്ഷൻസ് ഇൻ പ്രൈവറ്റ് ആൻഡ് അപ്രീസിയേഷൻ ഇൻ പബ്ലിക്. ഇതൊരു ഗോൾഡൻ പ്രിൻസിപ്പിളാണ് ഫാമിലി ലൈഫിൽ. ഐ റിപ്പീറ്റ്, കറക്ഷൻസ് ഇൻ പ്രൈവറ്റ് ആൻഡ് അപ്രീസിയേഷൻ ഇൻ പബ്ലിക്. ഓരോ ഭർത്താവും ഭാര്യ ഇത് മനസ്സിലാക്കിയിരിക്കണം. നിങ്ങൾ ദയവ് ചെയ്ത് നിങ്ങളുടെ ഭാര്യയോ നിങ്ങളുടെ ഭർത്താവിനെയോ നിങ്ങളുടെ മക്കളുടെ മുമ്പിൽ വെച്ചോ, അവരുടെ മാതാപിതാക്കളുടെ മുമ്പിൽ വെച്ചോ, അവരുടെ സഹോദരങ്ങളുടെ മുമ്പിൽ വെച്ച് കറക്റ്റ് ചെയ്ത് നാണം കെടുത്താതിരിക്കുക. തെറ്റൊക്കെ പറ്റുന്നുണ്ടായിരിക്കും, പൊട്ടത്തരങ്ങൾ കാണിക്കുന്നുണ്ടായിരിക്കും. അതവരുടെ ഈഗോയെ തുളച്ച് കയറ്റുന്ന ഏരിയയാണ്. അതുകൊണ്ട് കറക്ഷൻസൊക്കെ നിങ്ങൾ ഒറ്റയ്ക്കിരിക്കുമ്പോൾ, അതും എപ്പോഴാണ് നല്ല മൂഡിലിരിക്കുമ്പോൾ, നല്ല സ്നേഹത്തിലിരിക്കുമ്പോൾ, നല്ല ഊഷ്മളതായിരിക്കും നിങ്ങൾ പറഞ്ഞോളൂ, ഇതൊക്കെ എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ, ചില കാര്യങ്ങളിലൊക്കെ ബുദ്ധിമുട്ടുണ്ട്, അതൊക്കെ ഒന്ന് മാറ്റിയാൽ നല്ലതായിരിക്കും. അല്ലാതെ പൊട്ടിത്തെറിച്ച് എല്ലാവരുടെ മുമ്പ് വെച്ച് അത് ഇത് മാട കോട എന്നൊക്കെ പറഞ്ഞ് മൊത്തത്തിൽ അടിച്ചു വിരിയും. പക്ഷേ അപ്രീസിയേഷൻ ഇൻ പബ്ലിക്, നിങ്ങളുടെ മക്കളുടെ മുമ്പ് വെച്ചൊക്കെ നിങ്ങളുടെ ഭാര്യയെ നിങ്ങൾ അപ്രീഷിയേറ്റ് ചെയ്യാറുണ്ടോ? ചിലപ്പോഴൊക്കെ നമ്മുടെ കയ്യിൽ നിന്ന് വിട്ടുപോകുന്ന സമയങ്ങളുണ്ടല്ലോ, നമ്മൾ പറയാൻ ഉദ്ദേശിച്ചില്ലെങ്കിൽ പോലും, കറക്റ്റ് ഉദ്ദേശിച്ചില്ലെങ്കിൽ പോലും മക്കളുടെ മുമ്പിൽ വെച്ചോ അല്ലെങ്കിൽ ഇൻലോസിന് മുമ്പിൽ വെച്ചോ ഒക്കെ പലപ്പോഴും നമുക്ക് കറക്ഷൻസ് കൊടുക്കേണ്ടി വരും. നമ്മുടെ കയ്യിൽ നിന്ന് പോകുന്നതായിരിക്കും, പെട്ടെന്ന് ദേഷ്യപ്പെട്ട് പോകുന്നതൊക്കെ ആയിരിക്കും. ഉറപ്പാണ് അത് മറ്റൊരാളുടെ ഈഗോനെ ഹേർട്ട് ചെയ്യും. അപ്പോൾ അതിന് സൊല്യൂഷൻ എന്താണ്? നിങ്ങൾ കറക്ഷൻസോ വഴക്കോ എന്തെങ്കിലും പബ്ലിക്കലി കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ അതിന് പബ്ലിക്കിൽ തന്നെ ക്ഷമ ചോദിക്കാനും സോറി ചോദിക്കാനും വലിയ മനസ്സ് കാണിക്കണം. അങ്ങനെ തന്നെ ആ ഈഗോനെ നമുക്ക് അവിടെ സോൾവ് ചെയ്തെടുക്കാം. ആ വിഷമത്തെ, ആ മുറിവിനെ സോൾവ് ചെയ്തെടുക്കാൻ പറ്റത്തുള്ളൂ. പറ്റുന്ന പോലെ ആ സിറ്റുവേഷൻ അവോയ്ഡ് ചെയ്യുക. പറ്റിയില്ലെങ്കിൽ, കയ്യിൽ നിന്ന് വിട്ടുപോയെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങളുടെ മക്കളുടെ മുമ്പ് വെച്ച് നിങ്ങളുടെ ഭാര്യയോട് ക്ഷമിക്കുന്നതൊന്നും ഒരു കുറവുമില്ല കേട്ടോ. അത് നിങ്ങൾക്ക് ഗ്രേറ്റ്നെസ് കൂട്ടിത്തരത്തേ ഉള്ളൂ. ഒരു ഭർത്താവ് ഭാര്യയോടോ, ഭാര്യ ഭർത്താവിനോടോ, ഈവൻ അപ്പൻ മക്കളോട് പോലും ചില സിറ്റുവേഷനിൽ സോറി ചോദിക്കുന്നതൊക്കെ മക്കൾക്കൊക്കെ നിങ്ങളുടെ മുമ്പിൽ, അവരുടെ മനസ്സിൽ നിങ്ങൾക്ക് ബഹുമാനവും ആദരവും ഒക്കെ ഉറപ്പായിട്ട് കൂട്ടിത്തരത്തേ ഉള്ളൂ. ഇതിൻ്റെ കണ്ടിന്യൂവേഷൻ ആയിട്ട്, ഈ സോറി ചോദിക്കുന്ന കണ്ടിന്യൂഷൻ ആയിട്ട് പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം ഇതാണ്. പലപ്പോഴും നമുക്കിങ്ങനെ സോറി ചോദിക്കണമെന്നൊക്കെ തോന്നുവേ,
പക്ഷേ എന്തിനാ ചോദിക്കുന്നത്, ഞാൻ എന്തിനാ ചോദിക്കുന്നത്? പ്രിയപ്പെട്ടവരെ, മജോറിറ്റി കുടുംബ പ്രശ്നങ്ങളുടെയും തുടക്കം ഈ ഒരു ക്ഷമ ചോദിക്കാനുള്ള എളിമക്കുറവാണ്. നിങ്ങളെ ക്ഷമ ചോദിക്കും മറ്റൊരാളുടെ ഈഗോ നിങ്ങൾ ഫീഡ് ചെയ്ത് കൊടുക്കുകയാണല്ലോ. ഇതാണ് നിങ്ങൾക്ക് ചെയ്യാൻ ഏറ്റവും ബെസ്റ്റ് കാര്യം. ഞാൻ ഓർക്കുന്നുണ്ട് ഒരിക്കലും ഒരു കപ്പിൾസ് എന്നോട് നമ്മുടെ തന്നെ വിശുദ്ധ ഇതിന് മുമ്പ് വന്ന ഒരു കപ്പിൾസാണ്. അവർ പറഞ്ഞതാണ്, കല്യാണ ദിവസം ഞങ്ങളെടുത്ത വലിയൊരു തീരുമാനമായിരുന്നു, ഒരിക്കലും വഴക്കിട്ട് ഉടക്കി ഞങ്ങൾ ഉറങ്ങാൻ വേണ്ടി പോവില്ല. ഇന്ന് അവർക്ക് 5 മക്കളുണ്ട്. ഏറ്റവും മൂത്ത ആൾക്ക് എനിക്ക് തോന്നുന്നു 17 വയസ്സായി. കല്യാണം കഴിഞ്ഞ ഏകദേശം 20 വർഷമാറായി. അവർ പറയുകയാണ്, ഇതുവരെ ഒരു രാത്രി പോലും ഞങ്ങൾ വഴക്കിട്ട് ഉറങ്ങാൻ പോയിട്ടില്ല. വഴക്കും അടിയൊക്കെ ഒത്തിരി പ്രാവശ്യം ഉണ്ടായിട്ടുണ്ട്, കയ്യിൽ നിന്ന് വിട്ടുപോയ സിറ്റുവേഷൻ കുറേ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇതുവരെ പിണക്കം മനസ്സിൽ വെച്ചുകൊണ്ട് ഉറങ്ങാൻ പോയിട്ടില്ല. ഉറങ്ങുന്നതിന് മുമ്പ് കെട്ടിപ്പിടിച്ചിട്ട് ഉമ്മ കൊടുത്തോ, ഒന്ന് ആശ്വസിപ്പിച്ചോ ഒക്കെ പറഞ്ഞ് പിരിഞ്ഞുള്ളത്. പ്രിയപ്പെട്ടവരെ, ഇതാണ് ഒരു കുടുംബ ജീവിതത്തിൻ്റെ വിജയത്തിൻ്റെ രഹസ്യം. വഴക്കുണ്ടാവാത്ത കുടുംബങ്ങളേതാ, അടിപൊട്ടാത്ത കുടുംബങ്ങളേതാ, ഈഗോ ഇല്ലാത്ത മനുഷ്യരേതാ? എല്ലാവർക്കും ഉണ്ട്. പക്ഷേ ക്ഷമ ചോദിക്കാനും ഒന്ന് താഴ്ന്നു കൊടുക്കാനും ഉള്ള പരിശ്രമങ്ങളാണ്. നിങ്ങൾ ഈ ഭൂമിയിൽ വിജയിച്ച കുടുംബങ്ങൾ എന്ന് നിങ്ങൾക്ക് എണ്ണിയെടുക്കാൻ പറ്റുന്ന ഒരു 10 കുടുംബമുണ്ട്. ആ കുടുംബത്തിൽ പോയി ചോദിച്ചോ, എങ്ങനെ ആ കുടുംബം വിജയിച്ചു, എങ്ങനെ ആ കുടുംബത്തിൽ സമാധാനം ഉണ്ടോ? ഒറ്റ കാര്യമുള്ളൂ, അവരുടെ ഈഗോനെ സ്വല്പം താത്തി വെച്ചിട്ട് മറ്റൊരാളുടെ ഈഗോനെ ഫീഡ് ചെയ്യാനുള്ള ചെറിയ പരിശ്രമങ്ങൾ, സോറി കേൾക്കാനുള്ള അവസരങ്ങൾ ഫലപ്രദമായി ഉപയോഗിച്ചത്, വീഴ്ചയുണ്ടായ സന്ദർഭങ്ങളിൽ ഏറ്റുപറയാൻ പറ്റിയ ചില നല്ല മൊമെൻറ്റ്സ്, ഇതൊക്കെയാണ് എല്ലാ കുടുംബങ്ങളെയും വിജയിപ്പിക്കുന്നത്. അവസാനമായിട്ട് ഈഗോ ആയിട്ട് ബന്ധപ്പെട്ട ഒരു വാക്ക്. പ്രിയപ്പെട്ടവരെ, ഒരുപക്ഷെ എല്ലാവരും നിങ്ങളുടെ ഈഗോനെ ഹർട്ട് ചെയ്തേക്കാം, എല്ലാവരും നിങ്ങൾക്ക് മുറിവ് തന്നേക്കാം. നിങ്ങളുടെ ഏറ്റവും ക്ലോസ് ആയിരുന്നവർ, നിങ്ങളുടെ ജീവിത പങ്കാളി, നിങ്ങളുടെ മക്കൾ, നിങ്ങളുടെ പേരൻസ്, ആരും നിങ്ങളെ കെയർ ചെയ്തില്ലെന്ന് വരാം, ആർക്കും നിങ്ങൾ മനസ്സിലായില്ലെന്ന് വരാം. പക്ഷേ ഗോ ടു ജീസസ്, ഗോ ടു ഗാഡ്. അവന് നിങ്ങളെ മനസ്സിലാവും. ഈ ഭൂമിയിൽ ഏറ്റവും നന്നായി മറ്റൊരാളുടെ ഈഗോയെ റെസ്പെക്റ്റ് ചെയ്ത് ഫീഡ് ചെയ്ത വ്യക്തി ഈശോയാണ്. അതുകൊണ്ടല്ലേ ഈശോയുടെ ചുറ്റും ചുങ്കക്കാരും വ്യഭിചാരികളും പാപികളും ഒക്കെ അടിഞ്ഞുകൂടിയത്. എന്തുകൊണ്ട് ചിന്തിച്ച് നോക്കിക്കേ, ഇവരൊക്കെയല്ലേ ഈ ഭൂമിയിൽ ഏറ്റവും ഈഗോ നഷ്ടപ്പെട്ടവർ, ഏറ്റവും ഈഗോ ക്ലാഷായി പോയവർ. ചുങ്കക്കാർ, പാപികൾ, വേശ്യകൾ, ഇവർക്കൊക്കെ എന്താ മെച്ചമുള്ളത്? എല്ലാവരുടെ മുമ്പിൽ അപമാനിക്കപ്പെട്ടവർ, സമൂഹത്തിന് വിളിമ്പിലാക്കപ്പെട്ടവർ, കോർണർ ചെയ്യപ്പെട്ടവർ. പക്ഷേ അവർക്ക് ഈശോയുടെ മുമ്പിൽ എത്ര ആത്മവിശ്വാസമാണ് വരുന്നത്. എന്താ കാര്യം? അവൻ നമ്മളെ കളിയാക്കില്ല, അവൻ നമ്മളെ കുറ്റപ്പെടുത്തില്ല, അവൻ നമ്മളെ കെട്ടിപ്പിടിക്കും. എല്ലാ കുറവുകളോടും, എല്ലാ വീഴ്ചകളോടും, എല്ലാ ഇല്ലായ്മകളോടൊപ്പം. ഇത് വലിയൊരു ഉറപ്പായിരുന്നു. അതുകൊണ്ട് അവരൊക്കെ വന്നത്. പഴയ നിയമത്തിലേക്ക് നോക്കിക്കേ, പിതാവായ ദൈവവും പ്രോഫറ്റ്സും പ്രവാചകന്മാർ തമ്മിലുള്ള ബന്ധം, പ്രത്യേകിച്ച് കീറി പറഞ്ഞു പോയ നുറുങ്ങിയ പ്രവാചകന്മാരായ ജെറമിയ, ഏശയ്യായൊക്കെ, ഇവരുടെയൊക്കെ കാലഘട്ടങ്ങളിൽ ജെറുസലേം വലിയ പ്രശ്നങ്ങളിൽ കടന്നുപോയ സമയമായിരുന്നു. ആ സമൂഹം മുഴുവൻ ഇവർ പ്രവാചകന്മാരായിരുന്നിട്ട് കൂടി ഇവരെ നാട്ടുകാർ ഓടിച്ചിട്ടുണ്ട്, തല്ലിയിട്ടുണ്ട്, കീറിപ്പറിച്ചിട്ടുണ്ട്, വസ്ത്രങ്ങൾ വരെ അഴിച്ചുവിട്ട് ഓടിച്ചിട്ടുണ്ട്. അപമാനങ്ങളും നുറുങ്ങലുകളും മാത്രമേ ഇവർ ജീവിതത്തിൽ ഉണ്ടായിരുന്നുള്ളൂ. ഇങ്ങനെ തകർന്നിരിക്കുമ്പോഴാണ് ദൈവം ഇവരോടൊക്കെ പറയുന്നത്, മകനെ, മകളെ, നീ എനിക്ക് അമൂല്യനാണ്, നീ എനിക്ക് പ്രിയപ്പെട്ടവനാണ്, നിന്റെ പേര് എൻ്റെ ഉള്ളം കയ്യിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു, നിന്റെ കണ്ണീർ തുള്ളികൾ ഞാൻ എണ്ണിയിരിക്കുന്നു, നീ എനിക്ക് വിലപ്പെട്ടവനാണ്. നോക്കിക്കേ, അവർ തകർന്നുപോയ ഈഗോയൊക്കെ, തകർന്നുപോയ സെൽഫിനെയൊക്കെ ദൈവം ഇങ്ങനെ പൊക്കിക്കൊണ്ടുവരുന്നത്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ദമ്പതികളെ, മക്കളെ, ഈശോടുക്കിലേക്ക് പോകണം. തകർന്നു കഴിയുമ്പോൾ, വീണ് കഴിയുമ്പോൾ, എല്ലാം പൊട്ടിയെന്ന് വിചാരിക്കുമ്പോഴൊക്കെ പോയിരിക്കണം. അവൻ്റെ ആശ്വാസം സ്വീകരിക്കണം. അവന് നിങ്ങളെ ഉറപ്പായിട്ടും തഴുകാനും തലോടാനും മുറിവുകൾ വച്ച് കെട്ടാനും പറ്റും. അതാണ് നമ്മുടെ എല്ലാവരുടെയും ലാസ്റ്റ് ആൻഡ് ഏറ്റവും ബെസ്റ്റായിട്ടുള്ള കംഫർട്ട് സോൺ. ഒരു നിമിഷം നമുക്കിന്ന് കുടുംബം നിന്ന് പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ, നീ ഞങ്ങൾക്ക് തന്ന കുടുംബത്തെ മുഴുവൻ ചേർത്ത് പിടിച്ച് പ്രാർത്ഥിക്കുന്നു. പലപ്പോഴും ഞങ്ങൾ ഈഗോ ക്ലാഷുകളൊക്കെ കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കുറേ പൊട്ടലുകളും ചീറ്റലുകളൊക്കെ ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. കുറേ തകർച്ചകളുണ്ടായിട്ടുണ്ട്. വിട്ടുകൊടുക്കാൻ പറ്റാത്ത അവസ്ഥകളിൽ ഞങ്ങൾ പ്രതികരിച്ചിട്ടുണ്ട്, അപമാനിച്ചിട്ടുണ്ട്, പരസ്പരം വിഴുപ്പ് വാരിയിട്ടുണ്ട്. തമ്പുരാനെ മാപ്പി വെച്ച് പ്രാർത്ഥിക്കുന്നു. ഈ ഒരു രാത്രി ഒത്തിരി ഹീലിങ്ങിൻ്റെ രാത്രിയായി മാറട്ടെ. ഞങ്ങളുടെ തന്നെ മുറിവേൽക്കപ്പെട്ട ഈഗോ ഇന്ന് നീ രാത്രി സുഖപ്പെടുത്തുമ്പോൾ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, എൻ്റെ കൗണ്ടർപാർട്ടിൻ്റെ ഭാര്യയുടെ, ഭർത്താവിൻ്റെ, മക്കളുടെയൊക്കെ ഞാൻ മൂലം ഉണ്ടായ മുറിവുകൾ കൂടി ഉണക്കി തരണമേ. പക്ഷെ പ്രത്യേകമായിട്ട് ഏതെങ്കിലുമൊക്കെ കുടുംബം ഈ ഈഗോ ക്ലാഷിൻ്റെ പേരിൽ ഡിവോഴ്സിനെ പറ്റി ഓർക്കുന്നുണ്ടെങ്കിൽ, അകന്ന് ജീവിക്കുന്നുണ്ടെങ്കിൽ, മനസ്സും ശരീരവും ആത്മാവൊക്കെ ഒത്തിരി അകന്നു പോയിട്ടുണ്ടെങ്കിൽ, ഒരിക്കലും ഇനി ചേരില്ല എന്നൊക്കെ വിചാരിക്കുന്നു, തമ്പുരാനെ ഈ ഒരു രാത്രിയിൽ നിന്ന് തൊടണമേ. അമ്മേ, മാതാവേ, വിശുദ്ധ ഔസേപ്പ് പിതാവേ, സകല വിശുദ്ധരെ, മാലാഖമാർ, ഈ ഒരു ദിവസം, ഈ ഒരു രാത്രി ഞങ്ങളുടെ കുടുംബങ്ങൾക്ക് വേണ്ടി ശക്തമായിട്ട് മാധ്യസ്ഥം വഹിച്ച് ഞങ്ങളുടെ കുടുംബങ്ങളിൽ വലിയ വിട്ടുകൊടുക്കലിൻ്റെ സൗഖ്യത്തിൻ്റെ അനുഭവം കൊണ്ട് തരണമേ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെയും സ്വർഗം മുഴുവൻ്റെയും മാധ്യസ്ഥവും സംരക്ഷണം ഉണ്ടാവട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ശരിക്കും അച്ഛൻ കണക്ട് ചെയ്യണ രീതി ഭയങ്കര രസമാണ്. എല്ലാത്തിൻ്റെയും ഒരു ഡിഫറെൻ്റ് ആംഗിളിൽ നിന്നാണ് അച്ഛൻ അത് കണക്ട് ചെയ്ത് തരുന്നത്.
ഈ എപ്പിസോഡുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സജഷൻസോ ക്വയറീസോ ക്വസ്റ്റ്യൻസോ നിങ്ങൾക്കുണ്ടെങ്കിൽ ഏഞ്ചൽ സാമിയുടെ ഓഫീസ് നമ്പറുമായി ബന്ധപ്പെടുക. വിളിക്കേണ്ട നമ്പർ 0484-255-9313 അല്ലെങ്കിൽ ഡ്രോപ്പ് us your mail at info@angelsami.in. വിശുദ്ധ വീതിയുടെ മറ്റൊരു എപ്പിസോഡിനെ നമ്മൾക്ക് കാത്തിരിക്കാം. അൺടിൽ ദെൻ ഗുഡ് ബൈ. താങ്ക് യു ചേട്ടാ. Thank you, ചേട്ടാ. Thank you.